നമസ്കാരം. മാർത്തോമ ന്യൂസിലേക്ക് സ്വാഗതം. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് സഭ ആവിഷ്കരിച്ച അഭയ പദ്ധതിയിൽ 102 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. കൊറ്റനാട് പഞ്ചായത്തിലെ വെള്ളയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 9 വീടുകളുടെ കൂദാശ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലിമ്മിസ് മെത്രാപ്പൊലീത്ത മുഖ്യ പ്രഭാഷണം നടത്തി. പ്രമോദ് നാരായണൻ MLA, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സഭാ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ കോമാട്ട്, അഭയ പദ്ധതി വീടുകളുടെ നിർമ്മാണ കോർഡിനേറ്റർ റവറൻ VS കറിയ, റാന്നി നിലയ്ക്കൽ ഭദ്രാസന ട്രഷറർ അനു ഫിലിപ്പ്, ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ സോബിൻ സാമുവൽ, എഞ്ചിനീയർ വർഗീസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രകാശ് കുമാർ ചരളെ തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ശാലേം മാർത്തോമ ഇടവക അംഗം കുമ്പളന്താനം മേപ്രത്ത് വെട്ടിക്കൽ ശാന്തമ്മ ജോർജും കുടുംബവും ദാനമായി നൽകിയ 83 സെന്റ് ഭൂമിയിലാണ് 560 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 9 വീടുകളും കമ്മ്യൂണിറ്റി ഹാളും നിർമ്മിച്ചത്. അഭയം പദ്ധതിയിൽ 150 വീടുകൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ലോകത്തിൻ്റെ ആത്മീയ ആചാര്യനായിരുന്ന പോപ്പ് ഫ്രാൻസിസ് നമ്മളിൽ നിന്ന് ഇവിടെ വാങ്ങിയതായിട്ടുള്ള അവസരത്തിൽ നമ്മളുടെ ദുഃഖം ആ സഭയിലെ എല്ലാ സഹോദരോടൊപ്പം ചേർത്ത് നമ്മുടെ അനുശോചനം അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പോപ്പ് ഫ്രാൻസിസിനെ ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ തന്നെ മഹത്വപ്പെടുത്തട്ടെ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ ഞങ്ങളുടെ തലങ്ങളെ ശക്തീകരിക്കണമേ. ദുഃഖത്തോടു കൂടിയിരിക്കുന്ന സഭാംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് തന്നെ ആശ്വസിപ്പിക്കുകയും പുതിയ നേതൃത്വത്തെ അവിടുന്ന് തന്നെ തക്ക സമയത്ത് കണ്ടെത്തി ചുമതലകൾ ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റുവാൻ ആ സഭയെ അവിടുന്ന് ശക്തീകരിക്കുകയും ഞങ്ങളെല്ലാം ആശീർവദിക്കുകയും ചെയ്യണമെന്ന് യേശുവിനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം ക്രൈസ്തവ ലോകത്തിന് തീരാനഷ്ടമാണെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. ലോകം മുഴുവൻ ആദരിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്ത ആത്മീയ ഇടയനായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ അവഗണനയും പീഡനങ്ങളും അനുഭവിക്കുന്ന ജനതയുടെ പക്ഷം ചേർന്ന് യഥാർത്ഥ ക്രൈസ്തവതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ച ഇടയ ശ്രേഷ്ഠനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. വാക്കിലും പ്രവൃത്തിയിലും വ്യത്യസ്തതകളുടെ വലിയ ഇടയനായിരുന്നു അദ്ദേഹം. ലോക സമാധാനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുകയും സംഘർഷ ഇടങ്ങളിൽ സമാധാന ദൂതനായി നിലകൊള്ളുകയും ചെയ്തു. ധാർമ്മികതയിൽ അധിഷ്ഠിതമായ അതിശക്തമായ നിലപാടുകളിലൂടെ ലോകത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടും ദർശനവും നൽകി. ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മാർപ്പാപ്പയെന്നും മെത്രാപ്പൊലീത്ത അനുശോചിച്ചു. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനം ഒരുക്കിയ കാൽവറി നാദം എക്യുമെനിക്കൽ പാഷൻ റെസിറ്റൽ ഭക്തിസാന്ദ്രമായി. ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സുഹൃദം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനാനിരതമായ ആരംഭമായി. മല്ലപ്പള്ളി പരിയാരം സെന്റ് ആൻഡ്രൂസ് മാർത്തോമ പള്ളിയിൽ ഒരുക്കിയ സമ്മേളനത്തിൽ ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ സുഹൃദം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദൈവവും മനുഷ്യനും സമസൃഷ്ടങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളുടെ വീണ്ടെടുപ്പാണ് നോമ്പിലൂടെ സാധ്യമാകേണ്ടതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ആഹ്വാനം ചെയ്തു. So the voice of the cross is a challenge to forgive one another. ഇന്ന് അക്ഷമയരായിരിക്കുന്നതാണ് പലയിടങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് തീരുന്നത്. ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നു.
ഭവനത്തിനുള്ളിലാകട്ടെ മറ്റിടങ്ങളിലാകട്ടെ അത് രാഷ്ട്രീയ തലങ്ങളിലാകട്ടെ ഒക്കെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെ വലിയ വൈരാഗ്യം വർദ്ധിക്കുന്നു, ഭിന്നതകൾ വർദ്ധിക്കുന്നു, അക്രമം പൊട്ടിപ്പുറപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ കാരണം തന്നെ ക്ഷമിക്കുവാൻ പലപ്പോഴും കഴിവില്ലാതെ പോകുന്നതുകൊണ്ടാണ്. കുരിശിലൂടെ ലോകം കേട്ടത് ക്ഷമയുടെ, കരുതലിൻ്റെ, സമർപ്പണത്തിൻ്റെ ശബ്ദമാണ്. മതത്തോടുള്ള സ്നേഹമല്ല, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ആധ്യാത്മികത. ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിലും ഈ വർഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ ജഡ്ജി ഡോണി തോമസ് വർഗീസ് മുഖ്യ സന്ദേശം നൽകി. വികാരി ജനറൽമാരായ വെരി റവറൻ ഡോക്ടർ ഈശോ മാത്യു, വെരി റവറൻ പി ജോർജ് സക്കറിയ, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ്, സുഹൃതം കൺവീനർ റവറൻ ഡോക്ടർ വർഗീസ് എബ്രഹാം, ഭദ്രാസന എക്യുമെനിക്കൽ ഫോറം ചെയർമാൻ റവറൻ ജോജി തോമസ്, കൺവീനർ ബർലി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. മല്ലപ്പള്ളി മെലോ സർക്കിൾ, കുമ്പനാട് പ്രോവിഡൻസ്, മല്ലപ്പള്ളി മാർത്തോമ സെന്റർ, മല്ലപ്പള്ളി സെന്റർ ക്ലർജി, പരിയാരം സെയിന്റ് ആൻഡ്രൂസ് ഇടവക ഗായക സംഘങ്ങൾ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. മാർത്തോമ സഭ കോട്ടയം, കൊച്ചി ഭദ്രാസനത്തിൽ നിന്ന് മറ്റു ഭദ്രാസനങ്ങളിലേക്ക് സ്ഥലം മാറി പോകുന്നവരും ഈ വർഷം വിരമിക്കുന്നവരുമായ വൈദികർക്ക് ഭദ്രാസന നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മാങ്ങാനം ചെമ്മരപ്പള്ളി ബേഥേൽ മാർത്തോമ പള്ളിയിൽ നടന്ന സമ്മേളനത്തിൽ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന DSMCയുടെ ആഭിമുഖ്യത്തിൽ 150-ൽ പരം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരും ചേർന്നൊരുക്കുന്ന ക്രിസ്തു ഉത്ഥാന അനുഭവ ദൃശ്യ ശബ്ദ സംഗീത ആവിഷ്കാരം ഓറ മൈ അവർ ഹാസ് കം 27-ന് ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ നടത്തും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ക്രിസ്തു സംഭവത്തെ ആധാരമാക്കിയാണ് ദൃശ്യ ശബ്ദ സംഗീത ആവിഷ്കാരം ഒരുക്കുക. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള കലാസൃഷ്ടി ഒരേ സമയം 3 വേദികളിലായി വ്യത്യസ്ത രംഗങ്ങളിൽ തുടർച്ചയായി അവതരിപ്പിക്കും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ സ്വപ്ന സാക്ഷാത്കാരമായാണ് കലാസൃഷ്ടി ഒരുങ്ങുക. 27-ന് വൈകുന്നേരം 6-ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ അതിഥിയായിരിക്കും. ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരിക്കും. റവറൻ ടൈറ്റസ് തോമസ് നേതൃത്വം നൽകുന്ന ഭദ്രാസന DSMC കോയർ, വിവിധ ഇടവകകളിൽ നിന്നുള്ള അഭിനേതാക്കൾ നയിക്കുന്ന ഡ്രാമ തുടങ്ങിയവ സംഗീത കലാസന്ധ്യ വേറിട്ടതാക്കും. മാർത്തോമ സഭ അടൂർ ഭദ്രാസനത്തിന്റെ കാരുണ്യ സ്പർശത്തിൽ ഫുട്ബോൾ താരത്തിനും കുടുംബത്തിനും അടച്ചുറപ്പുള്ള വീടായി. ഭദ്രാസനം നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ കൈമാറി. വികാരി ജനറൽ വെരി റവറൻ KV ചെറിയാൻ, ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ, ട്രഷറർ ബിനു P രാജൻ, ജെയ് വർഗീസ്, JC ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രോതാക്കളിൽ അവിസ്മരണീയ അനുഭവം ഒരുക്കി മാർത്തോമ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഈസ്റ്റർ ഗാനസന്ധ്യ. പാലാരിവട്ടം ഷാരോൺ മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ച ബിനീത്ത് ദ ക്രോസ് ഈസ്റ്റർ ഗാനവിരുന്നിൽ കേന്ദ്ര സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്, എറണാകുളം സെന്റർ ഗായക സംഘങ്ങൾ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. രക്തബന്ധങ്ങൾക്കപ്പുറം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന സമൂഹമായി ക്രൈസ്തവർ മാറണമെന്ന് മെത്രാപ്പോലിത്ത ഉദ്ബോധിപ്പിച്ചു. ചേർത്ത് പിടിക്കലിൻ്റെയും ക്ഷമയുടെയും ദിവ്യ ദർശനങ്ങളുടെയും ആത്മബോധത്തിൻ്റെയും ഇടമാണ് കുരിശിൻ ചുവട്. കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നാം മറന്നുകൂടാ. കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ മുതിർന്നവർ സമയം കണ്ടെത്തണമെന്നും മെത്രാപ്പോലിത്ത ആഹ്വാനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഏബ്രഹാം ജോസഫ്, വൈസ് പ്രസിഡന്റ്മാരായ റവറൻ ഡോക്ടർ PT ജേക്കബ്, ഏബ്രഹാം വർഗീസ്,
ട്രഷറർ ജേക്കബ് ജോർജ്, എറണാകുളം സെന്റർ പ്രസിഡന്റ് റവറൻ ജോൺസൺ ജേക്കബ്, വൈസ് പ്രസിഡന്റ് ജൂള ജേക്കബ്, സെക്രട്ടറി മാത്യൂസ് കോശി, ട്രഷറർ ലൂക്കോസ് ജേക്കബ്, റവറൻ ജോർജൻ മാത്യൂസ് ജോൺ, റവറൻ അജു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭയുടെ വിവിധ സമിതികളിലെ സാമ്പത്തിക അക്കൗണ്ടിംഗ് നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന അക്കൗണ്ടിംഗ് രീതികളും നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് തയ്യാറാക്കുന്നതിന് സഹായകമായി ഓഡിറ്റിങ്ങിനും അക്കൗണ്ടിങ്ങിനും ഉപയുക്തമാകുന്ന മാർഗനിർദ്ദേശങ്ങൾ സഭാ കൗൺസിൽ പ്രസിദ്ധീകരിച്ചു. സഭ, ഭദ്രാസനങ്ങൾ, ഇടവകകൾ, ഇടവക സെന്റർ ഭദ്രാസന തലത്തിലുള്ള സംഘടനകൾ, സഭയുടെയും ഭദ്രാസനങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുടെ കണക്കുകൾ തയ്യാറാക്കുന്നതിനും ഓഡിറ്റിങ്ങിനും പ്രയോജനകരമായ നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണക്കുകൾ തയ്യാറാക്കുന്നതിനും കണക്ക് പരിശോധനയ്ക്കും ഈ മാർഗനിർദ്ദേശങ്ങൾ സഹായകമാണ്. തിരുവല്ലയിലുള്ള മാർത്തോമ സഭ ബുക്ക് ഡിപ്പോയിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ വാങ്ങി ഉപയോഗിക്കാവുന്നതാണെന്ന് സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ അറിയിച്ചു. കൂടുതൽ സഭാ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.